മാർച്ച് 11th മുതൽ 15th വരെ, അതായത് നാളെ മുതൽ ഇനി അങ്ങോട്ട് 4 ദിവസത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ ബിഗ് സേവിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നാൽ നിങ്ങളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ ഇന്ന് മുതൽ ഏർലി ആക്സസ് കിട്ടും. അതായത് മാർച്ച് 10th മുതൽ ICICI ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാർക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ പേടിഎം വാലറ്റ് ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്കൊരു 100 രൂപയും ലഭ്യമാകുന്നതാണ് ഈ ഒരു ഓഫറിലൂടെ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡുകളുടെ വിശേഷങ്ങളാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഇയർബഡുകളെ കുറിച്ചിട്ട് അങ്ങോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. കാരണം ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സിംഗ് ഓവ്യൂ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ ഏതാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അങ്ങോട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി അത് കണ്ടിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അങ്ങോട്ട് റിപ്ലൈ തരുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇയർബഡുകൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ഇയർബഡുകൾ വാങ്ങിച്ച ആൾക്കാർക്കും കേസ് എന്താ പറയുക നിർബന്ധമായിട്ടും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് ലഭ്യമാകുന്നതാണ്. ഉറപ്പായിട്ടും ഒരു കേസ് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഷോക്ക് പ്രൂഫ് കേസാണ് നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് തറയെ വീണാൽ പോലും കേസ് പൊട്ടാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് ആവാതെ എപ്പോഴും പുതിയതായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഒരു കേസ് ഉണ്ടെങ്കിൽ. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും തുടങ്ങുന്ന പോലെ ബോട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. AirDops 131 1299 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ബോട്ടിന് ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം. 899 രൂപയ്ക്ക് ഈ ഒരു AirDops 131 എല്ലാ കളേഴ്സും അവൈലബിൾ അല്ലെങ്കിൽ പോലും ചില കളേഴ്സ് 899 രൂപയ്ക്ക് കിട്ടും കേട്ടോ. ഇനി AirDops 100 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ്. 1399 പ്രോഡക്റ്റ് ആ ഒരു സെയിം റേറ്റിനാണ് കിട്ടുന്നത്. നിങ്ങൾ AirDops 100 വാങ്ങിക്കുന്നതിനേക്കാളും ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് Atom 81 ഉണ്ട്, ആമസോണിലുണ്ട്. അതങ്ങോട്ട് പോയി വാങ്ങിക്കുന്നതാണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം കുറച്ചുകൂടി ബേസ് അതിനകത്ത് ഡോമിനേറ്റർ ആണ്. ഇനി AirDops 402 1999 പ്രോഡക്റ്റ് 1900 ആ സെയിം റേറ്റ് തന്നെയാണ്. കൂടാതെ AirDops 381 1999 പ്രോഡക്റ്റ് 1899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. സത്യം പറഞ്ഞാൽ 402 അതുപോലെ തന്നെ 381 ജസ്റ്റ് നമുക്ക് വീഡിയോസ് കാണാം, മ്യൂസിക് കേൾക്കാം എന്നുള്ളതല്ലാണ്ട് വേറൊരു ഉപയോഗവും ഇല്ല. പഴയ പ്രോഡക്റ്റ് ആണ്, സ്പെക് വൈസ് ആക്ച്വലി അപ്ഡേറ്റഡ് അല്ല. സോ ഇത് രണ്ടും വാങ്ങിക്കാതിരിക്കുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. ഇനി AirDops 411 ANC അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ANC പ്രോഡക്റ്റ്, ഒരു ബജറ്റ് ANC പ്രോഡക്റ്റ് ആണ്. 2499 പ്രോഡക്റ്റ് 1799 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാകുന്നു. ഒരു ANC പ്രോഡക്റ്റ് വേണം 2000 രൂപയ്ക്ക് ഉള്ളിലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ 25 dB അപ് ടു 25 dB ആണ് ആക്ച്വലി ഈ ഒരു ANC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലാണ്ട് ഭയങ്കര രീതിക്ക് നമ്മൾ ANC പ്രതീക്ഷിക്കരുത്. കൂടാതെ AirDops 131 Pro 1499 പ്രോഡക്റ്റ് 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ 161 1399 പ്രോഡക്റ്റ് 1099 രൂപയ്ക്ക് ലഭ്യമാകുന്നു. AirDops 191G 1699 പ്രോഡക്റ്റ് 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ AirDops 115 1299 പ്രോഡക്റ്റ്, പക്ഷേ വില കൂടിയിട്ടാ 1599 അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കേണ്ട ആവശ്യം ഇപ്പോൾ തൽക്കാലത്തേക്കില്ല. കൂടാതെ AirDops 172 റേറ്റിംഗ് വളരെ മോശമായിട്ടുള്ള സംഭവമാണ്. 1599 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ഇടയ്ക്ക് വെച്ചിട്ട് 1399 മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത് 1599. എനിക്ക് തോന്നുന്നു ആരും വാങ്ങിക്കാത്ത കൊണ്ടായിരിക്കാം ആ ഒരു റേറ്റ് തന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ആരെങ്കിലും വാങ്ങിച്ച് പണി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ടും ആയിരിക്കാം. ഇനി Atom 83 1499 പ്രോഡക്റ്റ് ആ സെയിം റേറ്റിന് തന്നെ കേട്ടോ. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിക്ക് നമുക്ക് 1499 വന്ന പ്രോഡക്റ്റാണ് Atom 83. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ 1500 രൂപയ്ക്കുള്ളിൽ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരെണ്ണം പറയുന്ന ഈ ഒരു Atom 83 ആണ്. ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാനും ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ വില എന്താണ് കുറയാത്തതെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും സ്പെഷ്യൽ ലോഞ്ച് ഓഫർ 1499 ഇറങ്ങിയിട്ട് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല. ഇനി എന്തായാലും കുറയൊന്ന് പ്രതീക്ഷിക്കാം. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q2 Neo 1399 ബിഗ് ബില്യൺ ഡേയ്സിന് ശേഷം നമുക്ക് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 1599. കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിലും ആ റേറ്റ് തന്നെയായിരുന്നു. ബഡ്സ് Q2 1999 പ്രോഡക്റ്റ് 2499 മാറിയിട്ടുണ്ട്. നോർമലി 2299 2399 ആയിരുന്നു കേട്ടോ ഈ ഒരു ബഡ്സ് Q2 ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത്. പക്ഷേ പിന്നെ അത് 1999 വന്നതാണ് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിനൊക്കെ ശേഷം. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് 2499 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് Air 2 3299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. കൂടാതെ ബഡ്സ് Air 3 3999 നോർമലി നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അത് 4199, അതായത് 200 രൂപ കൂടി
എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. ബഡ്സ് Q2S 1999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ Q2S എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 2000 രൂപയ്ക്കുള്ളൊരു ബഡ് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബേസ് ലെവറാണ് ഞാനെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു Q2S എന്ന് പറയുന്നത്. നല്ല രസമാണ് കേട്ടോ സാധനം. കൂടാതെ ബഡ്സ് എയർ 3 നിയോ 1999 പ്രോഡക്റ്റ് 2199 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് എയർ 3S 2299 നോർമൽ റേറ്റിൽ വന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് 2499 രൂപ. കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിലും ഈ ഒരു റേറ്റ് തന്നെയായിരുന്നു 2499. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് റിയൽമിയിൽ വലിയ ഒരു ഓഫറും ഇല്ല. കൂടാതെ റിയൽമി ടെക് ലൈഫിലേക്ക് വരുവാണെങ്കിൽ പോലും അവിടെയും അത് തന്നെയാണ് പറയാനുള്ളത്. ബഡ്സ് T100 1699 രൂപ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞ് പല സമയങ്ങളിലും കണ്ടുണ്ടായിരുന്നത്. എന്നാൽ അത് 1499 ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ബിഗ് സേവിംഗ് ഡേയ്സ് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് 1699 വന്നിട്ടുണ്ട്. അതായത് വീണ്ടും അങ്ങോട്ടൊരു 200 രൂപ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവേ നമ്മൾ ഈ ഓഫറുകളൊന്നും നോക്കാറില്ല, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ നോർമൽ സമയത്തും അല്ലെങ്കിൽ ഓഫർ സമയത്തും നോക്കാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കൊള്ളാം റിയൽമി ടെക് ലൈഫ് ബഡ്സ് T100 അത്യാവശ്യം നല്ല റേറ്റിംഗ് കൊണ്ട് 1699 അങ്ങ് വാങ്ങിക്കും. 200 രൂപ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്കാർട്ടിന് എക്സ്ട്രാ കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ആമസോണിൽ പോകണമെങ്കിൽ എപ്പോഴും ഇവിടെ ടെക് ലൈഫിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1499 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ഇല്ല കേട്ടോ. ഇനി ഡിസോയിലേക്ക് വരണമെങ്കിൽ ഇവിടെയാണ് എപ്പോഴും പറയാനുള്ളത്, റേറ്റ് കുറയ്ക്കത്തേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയ്ക്കും ഒരു പിടിയില്ല. ഫുള്ള് എന്താ പറയുക കൂട്ടിയിട്ടാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ബഡ്സ് പിയിലേക്ക് വരുവാണെങ്കിൽ 1299 നമുക്ക് ലഭ്യമാകുന്നു. അത് വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും. കൂടാതെ ബഡ്സ് സി 1899 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ബഡ്സ് സി പ്രോ 2699 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ഗോപോഡ്സ് ഡി 1599 1299 ഒക്കെ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ അത് വീണ്ടും ആ ഒരു 1299 മാറിയിട്ടുണ്ട്. കൂടാതെ ഗോപോഡ്സ് നിയോ 2499 പ്രോഡക്റ്റ് 1799 ലഭ്യമാകുന്നു. ഗോപോഡ്സ് 2999 പ്രോഡക്റ്റ് 2699 മാറിയിട്ടുണ്ട് റേറ്റ്, പക്ഷേ നോട്ട് ഡെലിവറബിൾ ആണ്. ഇനി ബഡ്സ് സി പവർ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ പ്രോഡക്റ്റ് ആണ്. റേറ്റിംഗ് വളരെ കുറവാണ്. 2499 പ്രോഡക്റ്റ് ഇപ്പോൾ, പക്ഷേ അത് 1999 കാണാൻ സാധിക്കുന്നു. അതായത് അവരുടെ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫർ റേറ്റ് ആണ് ഈ ഒരു 1999. ഇനി ബോൾട്ടോഡിയിലേക്ക് വരുവാണെങ്കിൽ X45 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഇറങ്ങിയ ഒരു ഇയർബഡ് ആണ്. നമ്മുടെ ചാനൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. 1499 രൂപയ്ക്കാണ് നോർമൽ റേറ്റ് എങ്കിൽ ഇപ്പോൾ അത് 1299 നമുക്ക് ലഭ്യമാകുന്നു. സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലും 1299 എനിക്ക് കിട്ടിയത് കേട്ടോ. കൂടാതെ എയർബേസ് Y1 1199 പ്രോഡക്റ്റ് 999 ഗിയർ പോഡ്സ് 1099 പ്രോഡക്റ്റ് 899 എക്സ്പോർട്സ് 999 പ്രോഡക്റ്റ് 899 ലഭ്യമാകുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്സ് പ്രോ വില കുറഞ്ഞിട്ടില്ല. 1299 നോർമൽ റേറ്റ് ആ സെയിം റേറ്റ് തന്നെയാണ്. മാവറിക് 1799 ഗെയിമിംഗ് ഇയർബഡ് 1499 ലഭ്യമാകുന്നു. കൂടാതെ ഒമേഗ ANC പ്രോഡക്റ്റ് ആണ്. 1999 പ്രോഡക്റ്റ് 1799 Z35 1299 പ്രോഡക്റ്റ് 999 കിട്ടുന്നു. കൂടാതെ X50 1499 പ്രോഡക്റ്റ് 1099 ലഭ്യമാകുന്നു. സ്പെക് വൈസ് ഉറപ്പായിട്ടും Z35 അതുപോലെ തന്നെ X50 ഒക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകളാണ്. സോ വർത്തുമായിരിക്കുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇനി മിവിയിലേക്ക് വരികയാണെങ്കിൽ മിവിക്ക് പൊതുവെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ലതാണ്. പക്ഷേ മ്യൂസിക് ക്വാളിറ്റി ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി ഇരിക്കുന്നു. ഞാൻ ഓൾറെഡി നമ്മുടെ എന്താ പറയുക വിങ്സിൻ്റെ ഫാൻറ്റം 315 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രൂക്കും മിവിയൊക്കെ തന്നെ അങ്ങോട്ട് പുറത്താവും. വിങ്സ് മുകളിലോട്ട് കയറി വരുന്നുള്ളത് അതിൽ വേറൊരു സംശയമില്ല. എന്തായാലും മിവി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡ്യൂവോ പോഡ്സ് F30 999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. F40 ഹാഫ് ഇൻ ഇയർ ആണ് 999 പ്രോഡക്റ്റ് 899 F50 അതും ഒരു ഹാഫ് ഇൻ ഇയർ TWS ആണ് 999. അത് പക്ഷേ ഇപ്പോൾ അത് 1199 മാറിയിട്ടുണ്ട്. കൂടാതെ F60 1099 പ്രോഡക്റ്റ് 999 ആയിട്ടുണ്ട്. കൂടാതെ F70 1199 പ്രോഡക്റ്റ് 1299 പോയിട്ടുണ്ട്. കൂടാതെ M30 999 പ്രോഡക്റ്റ് അത് വില കുറഞ്ഞിട്ടുണ്ട് 799. പക്ഷേ M20 എപ്പോഴും 899 കാണുന്ന സാധനമാണ്. 1199 നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് ആ സെയിം റേറ്റിലേക്കോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഓഫർ ഇല്ല. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തില്ല മിവിക്ക്. കാരണം ബിൽഡ് ക്വാളിറ്റി വെച്ചാണെങ്കിൽ ഓക്കെ F70 നല്ലതാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ മ്യൂസിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നോയ്സിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് മിനി 999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് ആണ്. ബഡ്സ് VS102 1299 പ്രോഡക്റ്റ് 899 മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് VS202 ഹാഫ് ഇൻ TWS 1499 പ്രോഡക്റ്റ്
$1099 രൂപയ്ക്ക് മാറിയിട്ടുണ്ട്. കൂടാതെ ബഡ്സ് VS102 പ്ലസ് 1599 പ്രൊഡക്റ്റ് 1299 മാറിയിട്ടുണ്ട്. ബഡ്സ് VS102 പ്ലസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റിംഗ് ഉള്ളതാണ്. കൂടാതെ കുറച്ച് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊള്ളാം, മ്യൂസിക് ഔട്ട്പുട്ടും ഒക്കെ ഉണ്ടെന്നുള്ളത്. ബീഡ്സ് 1199 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റ് തന്നെയാണ്. കൂടാതെ എയർബഡ്സ് 2 ഹാഫ് ഇൻ ഇയർ ആണ് 1899 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റിലേക്കാണ് ഉള്ളത്. കൂടാതെ ബഡ്സ് കോമ്പാക്ട് 1299 പ്രൊഡക്റ്റ് 1799, അതായത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് 1299 ആണെങ്കിലും അത് നോർമൽ റേറ്റ് 1799 ആയിട്ടുണ്ടായിരുന്നു. ആ സെയിം റേറ്റിനാണ്, വില കുറഞ്ഞിട്ടില്ല എന്നർത്ഥം. ഇനി ബഡ്സ് 102 പ്രോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചാനൽ ഓൾറെഡി അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റാണ്. ANC പ്രോഡക്റ്റ് ആണ്. 1999 രൂപയാണ് നോർമൽ റേറ്റ് കാണിക്കുന്നത്. അത് തന്നെയാണ്, വ്യത്യാസം ആയിട്ടില്ല. എന്നാൽ 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലായിരുന്നു ആ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഓപ്പോയിലേക്ക് വരണമെങ്കിൽ എൻകോ ബഡ്സ് 1799 പ്രോഡക്റ്റ് 1699 മാറിയിട്ടുണ്ട്. കൂടാതെ എൻകോ ബഡ്സ് 2 2199 ആയിട്ടുണ്ട് കേട്ടോ. 1799 നോർമൽ റേറ്റിൽ വന്ന സാധനമാണ്. പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ട് വില അങ്ങോട്ട് കൂടി ഡിമാൻഡ് കൊണ്ടായിരിക്കണം മേ ബി. എന്തായാലും ഇപ്പോൾ അതിന് ബ്ലാക്ക് കളറിന് 1799 രൂപ തന്നെയാണ്. എന്നാൽ ലൈം ഗ്രീൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട് 1599 നമുക്ക് ആ ഒരു ഇയർബഡ് ആ ഒരു കളറിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ എൻകോ എയർ 2 2499 പ്രൊഡക്റ്റ് ആ സെയിം റേറ്റ് 2499. പൊതുവെ നമുക്ക് 2299 ഒക്കെ കാണുന്നതാണ്. ചില സമയങ്ങളിൽ 1999 കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് 2499 നമുക്ക് വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ല, അത് ലാഭമില്ല എന്ന് പറയാം. ഇനി ഡിഫൈലേക്ക് വരണമെങ്കിൽ ഗ്രാവിറ്റി സി 1199 രൂപയായിരുന്ന പ്രോഡക്റ്റ് 1399 നോർമൽ റേറ്റിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1099 രൂപയ്ക്ക് 1100 രൂപയ്ക്ക് ഉറപ്പായിട്ട് അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ബിൽ ക്വാളിറ്റി ഇത്തിരി കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നേ ഉള്ളൂ, അതർവൈസ് ഓക്കെയാണ് കേട്ടോ. കൂടാതെ ഗ്രാവിറ്റി ടർബോ 1299 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ വൈറ്റ് 1039 രൂപയ്ക്കും ബ്ലാക്ക് 1099 രൂപയ്ക്കും കിട്ടുന്നു. ഇപ്പോൾ ഗ്രാവിറ്റി ടർബോ ആണെങ്കിലും ഗ്രാവിറ്റി സി ആണെങ്കിലും ഉറപ്പായിട്ടും ആ ഒരു മൈക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ഉണ്ട് ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ ഏത് വാങ്ങിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഡിസൈനിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇനി OnePlusലേക്ക് വരണമെങ്കിൽ നോട്ട് ബഡ്സ് സി 1899 പ്രോഡക്റ്റ് 2275 രൂപ ആയിട്ടുണ്ട്, വില കൂടി നല്ല രീതിക്ക്. കൂടാതെ നോട്ട് ബഡ്സ് 2499 പ്രോഡക്റ്റ് 2799 മാറ്റിയിട്ടുണ്ട്. അതായത് എല്ലാം OnePlusൽ നോക്കുകയാണെങ്കിൽ വില അങ്ങോട്ട് കൂടിയിട്ടുണ്ട് നോർമൽ റേറ്റിനേക്കാളും. ഇനി വിങ്സിലേക്ക് വരുവാണെങ്കിൽ ഫാൻറ്റം 250 999 പ്രോഡക്റ്റ് അവിടെ വില കൂടിയിട്ടുണ്ട് 1199 ആയിട്ടുണ്ട്. കൂടാതെ 550 1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. എന്നാൽ കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിൽ അത് 999 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫാൻറ്റം 200 999 പ്രോഡക്റ്റ് 1199 ആയിട്ടുണ്ട്. കൂടാതെ ഫാൻറ്റം 500 1199 പ്രോഡക്റ്റ് 1299 ആയിട്ടുണ്ട്. ഫാൻറ്റം 850 1499 പ്രോഡക്റ്റ് ആ സെയിം റേറ്റിനാണ്. കൂടാതെ ഫാൻറ്റം 860 1499 രൂപയ്ക്കാണ് നമുക്ക് ലഭ്യമാകുന്നത്. 860 നമുക്കിപ്പോൾ കാണാനായിട്ട് ഇല്ല കേട്ടോ സാധനം. ഇനി ട്രൂക്കിലേക്ക് വരുവാണെങ്കിൽ എയർബഡ്സ് ലൈറ്റ് 899 പ്രോഡക്റ്റ് 899 രൂപ തന്നെയാണ്. കൂടാതെ ബഡ്സ് S1 1299 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് തന്നെയാണ്. കൂടാതെ Q1 1069 രൂപയായിരുന്നു നോർമൽ റേറ്റ് എങ്കിൽ ഇപ്പോൾ അത് 1099 രൂപ ആയിട്ടുണ്ട്. കൂടാതെ F1 899 പ്രോഡക്റ്റ് 799 രൂപയ്ക്കും BTG1 1299 പ്രോഡക്റ്റ് 999 രൂപയ്ക്കും BTG3 1099 പ്രോഡക്റ്റ് 999 രൂപ. ബഡ്സ് പ്രോ അവരുടെ ANC പ്രോഡക്റ്റ് ആണ് 1499 പ്രോഡക്റ്റ് സെയിം റേറ്റ് ആണ്. കൂടാതെ ബഡ്സ് S2 1199 പ്രോഡക്റ്റ് 999 വന്നിട്ടുണ്ട്. S2ഉം S1 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് S1നേക്കാളും റേറ്റിംഗ് കുറവാണ് S2 കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ചാനലിൽ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി S2 ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ 999 പ്രോഡക്റ്റ് ആ സെയിം റേറ്റ് 999. കൂടാതെ എയർബഡ്സ് 1099 899 ലഭ്യമാകുന്നു. കൂടാതെ BTG ആൽഫ 1099 799 BTG X1 1299 പ്രോഡക്റ്റ് 999 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ BTG ബീറ്റ 999 പ്രോഡക്റ്റ് 899 ലഭ്യമാകുന്നു. ട്രൂക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബീറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് ക്വാളിറ്റിയിൽ കുറച്ച് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബീറ്റയിൽ കേട്ടോ. ബേസ് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ അതർവൈസ് ബിൽ ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന അല്ലെങ്കിൽ റേറ്റുകൾ ഇയർബഡുകളുടെ കേട്ടോ. ചിലതൊക്കെ അത്യാവശ്യം നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ട്, ചിലതൊക്കെ ലാഭമല്ല അതിനേക്കാളും അവർക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭം ആക്കുന്ന രീതിക്കും വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്രാൻഡ് വൈസും ഒക്കെ നോക്കുക, അതുപോലെ തന്നെ റേറ്റും ഒക്കെ വെച്ച് നോക്കിയിട്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ഇയർബഡുകളും അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കൺസിഡർ ചെയ്യുക. പിന്നെ
ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതായത് ഓരോ വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരാം. നിങ്ങൾക്ക് അതിൽ സംശയം തീരുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.